ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. CI സാർ വിളിക്കുന്നു. ലൗഡ് സ്പീക്കർ ഇട. ഹലോ സാറേ, ഞങ്ങള് ജഡ്ജിയുടെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. അതെ, സൂക്ഷിക്കണം. ആ മധുവിന്റെ ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. ആ, പോലീസ് സ്റ്റേഷന്റെ പുറത്തും അവരുടെ ചില ആളുകൾ നിൽപ്പുണ്ട്. നമ്മുടെ നീക്കങ്ങൾ അറിയാനാ. എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നടക്കില്ലേ സർ? നടത്തിയിരിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ അവന്മാര് വട്ടം കറങ്ങും. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ ഞങ്ങൾ അവിടെ എത്തുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ ഉടനെ തന്നെ അവിടെ എത്തും. സ്നേഹയോട് എന്തു പറഞ്ഞു? 2 ദിവസത്തേക്ക് ഒരു ടൂറിന് പോകുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടു. മറ്റൊരു വഴിയില്ലാഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ധനുഷിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഈ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ എന്നെ ഒഴിവാക്കിയിരുന്നെങ്കിൽ അതെനിക്ക് സങ്കടമായേനെ. ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ഥലം സുരക്ഷിതമാണല്ലോ അല്ലേ? കുറച്ചു ദിവസം ഒളിവിൽ താമസിക്കാൻ ഇത്രയും സേഫായൊരു സ്ഥലം വേറെയില്ല. ആ മധുവുമായിട്ട് ഒരു സെറ്റിൽമെന്റിലെത്താൻ എത്ര ദിവസം വേണ്ടിവരും? 2-3 ദിവസം. അതിനകം ആ വക്കീലിന്റെ കാല് പിടിച്ചിട്ടായാലും ഞങ്ങൾ ഇതൊരു സെറ്റിൽമെന്റിൽ എത്തിക്കും. ആദ്യം ഉറപ്പുവരുത്തേണ്ടത് അനൂപേട്ടന്റെ സുരക്ഷിതത്വം. അത് കഴിഞ്ഞു മാത്രമേ അനൂപേട്ടനെയും കൊണ്ട് എനിക്ക് പുറത്തു വരാൻ പറ്റൂ. ധനുഷ് പേടിക്കണ്ട. സമയാവുമ്പോ എല്ലാം നടക്കും. സർ വിളിക്കുന്നു. ഹലോ സർ. നിങ്ങളവിടെ എത്തിയോ? ആ എത്തി സർ. 5 മിനിറ്റിനകത്ത് ഞങ്ങളവിടെ എത്തും. നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? റെഡിയാണ് സർ. ആ ഓക്കെ. അനുപേട്ടനെ കൊണ്ട് അവർ 5 മിനിറ്റിനകം ഇവിടെ എത്തുന്നു. അത് മധുവിന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഒന്നും പേടിക്കണ്ട. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. ഇവിടെ വെച്ച് ഡയറക്റ്റായ ഒരു ഏറ്റുമുട്ടൽ പാടില്ല. അങ്ങനെ വന്നാൽ പോലീസിന് ഇടപെടേണ്ടി വരും. എടാ, അണ്ണൻ പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്ത് ചെയ്തിട്ടായാലും അവൻ ഇന്ന് പൊക്കിയിരിക്കണം. ശരിയാണോ? ഗുണ്ടകള് എന്തിനും തയ്യാറായിട്ടാ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അവര് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. പക്ഷേ ബുദ്ധിപരമായിട്ട് അനുപേടനം കൊണ്ട് ഇവിടുന്ന് പോകേണ്ടത് നമ്മുടെ ജോലിയാ.